നമസ്കാരം. 3-4 ആഴ്ചകൾ മുമ്പായിട്ട് ഞാൻ ഐറിഷ് സിറ്റിസൺഷിപ്പിന്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് വീഡിയോ ചെയ്യുന്നുണ്ടായി. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, എങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായി. അപ്പോൾ അതിന്റെ ഫൈനൽ സ്റ്റേജ്, അതുപോലെ തന്നെ ഇനി ഐറിഷ് പാസ്പോർട്ടിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ വീഡിയോ കൂടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വീഡിയോ കേട്ടതിന് ശേഷം സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അല്ല, ഇതിലൂടെ ചേർത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് അപ്പ് ചെയ്യാനുള്ള ന്യൂ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഹെൽപ്ഫുൾ ആവുന്നെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് നമ്മുടെ ഗാർഡ് വെയിറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് സ്റ്റേ എന്ന് പറയുന്നത് നമ്മൾ €950 അടയ്ക്കാമെന്ന് പറയുന്ന മെയിൽ വരും. ആ €950 അടച്ചതിന് ശേഷം നമുക്ക് എപ്പം വേണമെങ്കിലും അവർ നമ്മുടെ സിറ്റിസൺഷിപ്പിന്റെ സെറമണിക്ക് വേണ്ടി നമ്മളെ വിളിക്കാം. അത് എല്ലാ ക്വാർട്ടറിലും ഓരോ സിറ്റിസൺഷിപ്പ് സെറമണി ഉണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ വിളിക്കാം. അത് നമ്മുടെ ലെക്ക് പോലെയും. ആ സിറ്റിസൺഷിപ്പ് സെറമണി അറ്റൻഡ് ചെയ്തതിനു ശേഷം നമുക്കൊരു 4 വീക്സിനുള്ളിൽ, അതായത് ഒരു മാസത്തിനുള്ളിൽ നമുക്കൊരു ലെറ്റർ വരും. നാച്ചുറലൈസേഷൻ്റെ ഒരു ലെറ്റർ കിട്ടും. ആ ലെറ്റർ നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അന്നേരം തന്നെ നമുക്ക് ഉടനെ തന്നെ നമ്മുടെ പാസ്പോർട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഐറിഷ് പാസ്പോർട്ടിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ അതിൻ്റെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ചോദിക്കുന്നുണ്ട് അഡൽട്ട് ആണോ അല്ലെങ്കിൽ ചൈൽഡ് ആണോ. നമ്മൾ ചൈൽഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോ കൂടെ ചെയ്യാം. ഇപ്പം അഡൽട്ട് എന്ന ഓപ്ഷനിലേക്ക് കയറി കഴിഞ്ഞ് ബാക്കി അവർ പറയുന്ന നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റു കാര്യങ്ങൾ കൊടുത്ത് നാച്ചുറലൈസേഷൻ എന്നുള്ള ആ സെഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്ക് ബാക്കി അവർ പറയുന്ന പോലെ തന്നെ ചെയ്യുക. ഈ കൂടെ തന്നെ നമുക്ക് അതിനകത്ത് ഫോട്ടോ വേണം. അപ്പോൾ നമ്മൾക്ക് സ്വന്തമായിട്ട് എടുക്കാനുള്ള ധൈര്യമുള്ളവരാണെങ്കിൽ എടുത്തോളുക. കാരണം അത് കാരണം റിജക്റ്റ് ആകരുത്. അപ്പോൾ അതുകൊണ്ട് സേഫ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ കിട്ടും. നമുക്കത് മാനുവലി നമുക്ക് വേണമെങ്കിൽ ഇമെയിലിൽ കൂടി ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഇല്ലെങ്കിൽ അവരൊരു കോഡ് തരും. ആ കോഡ് നമ്മൾ ഇതിനകത്തോട്ട് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഫോട്ടോ അതിനകത്ത് അപ്ലോഡ് ആയിക്കോളും. നമ്മളിത് ചെയ്ത് എല്ലാം ഡോക്യുമെന്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് എല്ലാം അവർ പറഞ്ഞ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് രണ്ട് പേപ്പേഴ്സ് നമുക്ക് അവിടുന്ന് പ്രിന്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ വരും. ആ പ്രിന്റ് ഒന്നെന്ന് പറയുന്നത് ഒരു കവറിംഗ് ലെറ്റർ ആണ്. അതുപോലെ രണ്ടാമത് വരുന്നത് ഒരു ഗാർഡെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കേണ്ട ഒരു ഫോം പോലാണ്. ഗാർഡേഡൊക്കെ പോയി നമ്മൾ ഫില്ല് ചെയ്യണം. അതുകൂടാതെ മൂന്നാമത് വരുന്നത് തിരിച്ച് നമുക്ക് ഈ ഡോക്യുമെന്റ്സ് എല്ലാം കൂടി ഒറിജിനൽ ഉൾപ്പെടെ എല്ലാം അയക്കാൻ വേണ്ടിയുള്ള ഒരു പോസ്റ്റലിന്റെ സ്റ്റാമ്പ് പോലാണ്. അത് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ അയക്കുന്ന കവറിന്റെ പുറത്ത് അയച്ചു കഴിഞ്ഞാൽ ആൻഡ് പോസ്റ്റ് വഴി നമുക്കത് ഫ്രീ ആയിട്ട് അയക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ എടുക്കുക. അത് കൂടാതെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ആ ഡോക്യുമെന്റ് നമ്മൾ ഗാർഡ സ്റ്റേഷൻ നമ്മുടെ ഈ ഡോക്യുമെന്റ്സ് എല്ലാം പോയി കഴിഞ്ഞ് നമ്മൾ ഗാർഡ സ്റ്റേഷൻ ചെന്ന് ഗാർഡയിൽ അത് കൊടുത്ത് അവർക്ക് അറിയാൻ പറ്റും. എന്തിനാണെന്ന് അവർ ചോദിക്കും. നമ്മൾ കാര്യം പറയുമ്പോൾ അവരത് ഫില്ല് ചെയ്ത് തരും. കൂടാതെ തന്നെ ഈ കൂടെ തന്നെ ഗാർഡയെ കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ PPSന്റെയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെയോ കോപ്പി നമ്മൾ ഒരു കളർ കോപ്പി എടുത്ത് രണ്ട് സൈഡും എടുത്തിട്ട് നമ്മൾ അതൊന്ന് അവരെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് മേടിക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ഇതെല്ലാം തിരിച്ചിനിയും ഇവർ പറയുന്ന അഡ്രസ്സിലേക്ക് നമ്മൾ തിരിച്ചയക്കണം. അയക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ആദ്യം വന്നിരിക്കുന്ന കവർ ലെറ്റർ അയക്കണം. ആ കൂടെ തന്നെ ഗാർഡെ കൊണ്ട് നമ്മൾ ഫില്ല് ചെയ്യിപ്പിച്ചിരിക്കുന്ന അവരുടെ ഒരു ലെറ്റർ ഉണ്ട്. അവരുടെ പേര് ഫില്ല് ചെയ്യേണ്ട ആ ലെറ്റർ അയക്കണം. കൂടാതെ തന്നെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അയക്കണം. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവർ അതിന്റെ കോപ്പി അറ്റസ്റ്റേഷൻ കോപ്പി ഒന്നുമല്ല, ഒറിജിനൽ തന്നെ വേണം. അതിലൊക്കെ ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത് നമ്മൾ അയക്കുക. അതുകൂടാതെ തന്നെ നേരത്തെ അറ്റസ്റ്റ് ചെയ്ത് മേടിച്ച കോപ്പി ഓഫ് PPS അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, അത് ഗാർഡയോ അല്ലെങ്കിൽ സോളിസിറ്റർ അറ്റസ്റ്റ് ചെയ്താൽ മതി, അത് വെക്കാം. കൂടാതെ തന്നെ പിന്നെ വേണ്ടത് പ്രൂഫ് ഓഫ് നെയിം, പ്രൂഫ് ഓഫ് അഡ്രസ്. ഇത് രണ്ടും മെയിൻലി നമ്മുടെ യൂട്ടിലിറ്റി ബില്ലിലോ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റിലോ ഡ്രൈവിംഗ് ലൈസൻസിലോ ഒക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിത് ഗാർഡെ കൊണ്ട് അതും ഒന്ന് അറ്റസ്റ്റ് ചെയ്ത് അങ്ങ് മേടിപ്പിച്ചു. അവർ തന്നു കുഴപ്പമൊന്നും, അവർ അറ്റസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അറ്റസ്റ്റ് ചെയ്ത് അങ്ങ് മേടിപ്പിച്ചു. അപ്പം അതുകൂടെ ഉണ്ടെങ്കിൽ അതുകൂടെ വെക്കുക. പിന്നെ വേണ്ടത് നമ്മുടെ ഒറിജിനൽ നാച്ചുറലൈസേഷന്റെ ലെറ്റർ വന്നിട്ടുണ്ടാവില്ല. നമ്മൾ അറ്റൻഡ് ചെയ്ത് സെറമണി അറ്റൻഡ് ചെയ്തതിനു ശേഷം ഒരു മാസത്തിൽ നമുക്ക് വന്നിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതിന്റെ ഒറിജിനൽ കോപ്പി നമ്മൾ അയക്കണം. പിന്നെ വേണ്ടത് നമ്മുടെ കറണ്ട് ഹോൾഡിങ്, നമ്മുടെ നാഷണാലിറ്റി തെളിയിക്കുന്ന, ഇപ്പോഴത്തെ നാഷണാലിറ്റി തെളിയിക്കുന്ന നമ്മുടെ കറണ്ട് പാസ്പോർട്ട്. ഇത്രയും സാധനങ്ങൾ ഒറിജിനൽ നമ്മൾ അയക്കുക. ഒന്നുകൂടെ പറയാം, കവറിംഗ് ലെറ്റർ അയക്കണം. കൂടാതെ ഗാർഡെ കൊണ്ട് നമ്മൾ ഫില്ല് ചെയ്യിപ്പിച്ച ഫോം, പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ, കോപ്പി ഓഫ് PPS ഓർ DL അറ്റസ്റ്റഡ് ആയിട്ടുള്ളത്, പിന്നെ പ്രൂഫ് ഓഫ് നെയിം, പ്രൂഫ് ഓഫ് അഡ്രസ്, ഒറിജിനൽ നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ പാസ്പോർട്ട്, ഇത്രയും കറണ്ട് പാസ്പോർട്ട്, ഇത്രയും നമ്മൾ കവറിലിട്ട് അയക്കുമ്പോൾ പറഞ്ഞ പോലെ ആ പറഞ്ഞിട്ടുള്ള നമ്മൾ തന്നിട്ടുള്ള എൻവെലപ്പിന്റെ പുറത്ത് അത് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ് പോസ്റ്റിൽ അത് ഫ്രീ ആണ്. പിന്നീട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവർ രണ്ട് കാര്യം ചോദിക്കും. നമുക്കൊന്ന് നോർമൽ പാസ്പോർട്ട് വേണോ അതോ പാസ്പോർട്ട് പ്ലസ് ട്രാവൽ കാർഡിനോട് ചേർത്തുള്ളതാണ് €100, പാസ്പോർട്ട് മാത്രമാണ് €75. ഈ ട്രാവൽ കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് എന്താണെന്ന് ക്ലാരിറ്റി എന്ന് അറിഞ്ഞുകൂടാ. അറിയുന്നവരാണെങ്കിൽ പറയുക. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ കൂടുതൽ ട്രാവൽ ചെയ്യുന്നതൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ പക്ഷേ ഈ കാർഡ് കൊണ്ട് വേണമെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റുമായിരിക്കും. പ്രത്യേകിച്ച് വിത്തിൻ യൂറോപ്പ് പോലും ആയിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനകത്ത് അവകാശവാദം പറയുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞ് അവർ പറയുന്നത് നോർമൽ
കേസിൽ പറയുന്നത് 4 to 6 weeks അല്ല 4 to 8 weeksനുള്ളിൽ കിട്ടുമെന്നാണ് പറയുന്നത്. എനിക്ക് 4 weeksനുള്ളിൽ കിട്ടിയവരെ അറിയാം, 6 weeksനുള്ളിൽ കിട്ടിയവരെ അറിയാം. അപ്പം പിന്നെ ഓരോരുത്തരുടെ ലക്ക് പോലിരിക്കും. അപ്പം ഇത് ആണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആർക്കും സംശയമില്ലെന്ന് വിചാരിക്കുന്നു, ക്ലാരിറ്റി ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. അപ്പം ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.